സംസാരശേഷി തിരിച്ചു കൊടുത്തത്. ഇനിയിപ്പോ വിദ്യാമ്മയെ പോലെ അവളും ദിവ്യശക്തി ഉള്ളവളായി വാഴ്ത്തപ്പെടുമോ എന്തോ. ഘോര ഇവിടെ ജീവനോടുള്ളപ്പോ വിദ്യാമ്മയും ദേവൂട്ടിയും ആരും ഇവിടെ അധിക കാലം വാഴാൻ പോകുന്നില്ല. മർമ്മം നോക്കി പ്രകരിക്കാൻ അറിയാവുന്നവനാണ് ഈ ഉഗ്രസേന അഘോര. ഇനി ഘോരയുടെ ബുദ്ധിയിൽ പുതിയ തന്ത്രങ്ങൾ ഉരുത്തിരിയും. ദേവൂട്ടി അവളെയും അവളുടെ കാമുകനെയും അകറ്റി ഈ വിദ്യാമ്മയെ തോൽപ്പിച്ച് തുടങ്ങാൻ നമുക്ക്. കളി ഒന്നേന്ന് തുടങ്ങാൻ പോവുകയാണ് ഈ അഘോര. എന്റെ ഉപാസനാമൂർത്തികളെ, ഇത്തവണ കളം വരച്ച് കളിക്കാൻ ഈ ഘോരയ്ക്ക് അവസരം നൽകണേ. ബലി മുടങ്ങാതെ ബലം തരണേ. ഗുഡ് മോർണിംഗ് തമ്പിയച്ച. ഗുഡ് മോർണിംഗ്. തമ്പിയച്ചന് കാലിന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഹേയ്, അങ്ങനൊരു സംഭവം നടന്നതായി പോലും ഇപ്പൊ തോന്നുന്നില്ല. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അല്ല, അമ്മ എവിടെ? ഉണർന്നില്ല ഇതുവരെ? ശ്രീകല വാഷ്റൂമിലാണെന്ന് തോന്നുന്നു. രാവിലെ തന്നെ അമ്മയുമായി ക്ഷേത്രത്തിൽ പോയി വിദ്യാമ്മയെ കണ്ട് ദേവൂട്ടിക്ക് ആ മോതിരം തിരിച്ചു കൊടുക്കണം. അതിന്റെ ആവശ്യമുണ്ടോ? ദേവൂട്ടി തന്നെ നിന്റെ അമ്മ അണിയിച്ച മോതിരമല്ലേ? അത് അമ്മയുടെ ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാ ദേവൂട്ടി അത് അണിയിച്ചത്. ആ മോതിരം അവൾക്ക് അത്രമേൽ വിലപ്പെട്ടതാണ്. അത് വിദ്യാമ്മ അവൾക്ക് നൽകിയതാ. ആ മോതിരം നഷ്ടപ്പെട്ട അവളുടെ ജീവിതത്തിൽ പല ദുഃഖങ്ങളും ദുരിതങ്ങളും സംഭവിക്കും. എങ്കിലത് കൊടുത്തേര്. എന്തായാലും ശ്രീകല കുളി കഴിഞ്ഞിറങ്ങുമ്പോ നീ തന്നെ അമ്മയോട് സംസാരിക്കും. ഡാഡി, നമ്മൾ എന്നാ തിരിച്ചു പോകുന്നേ? എന്താ, തിരിച്ചു പോകാൻ ധൃതിയായോ നിനക്ക്? ഓഫ് കോഴ്സ്. നമ്മുടെ ഗസ്റ്റ് ഹൗസ് ആയിട്ടും ഞാൻ ഇവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ല. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞില്ലേ? ഇനിയിപ്പൊ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? വരട്ടെ, നമുക്ക് ആലോചിക്കാം. നീ ചെന്ന് സന്ദീപിനൊരു കോഫി എടുക്ക്. ചെല്ലേ. അല്ല, വർഷ പറഞ്ഞാലും കാര്യമുണ്ട്. ഇനിയും ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്താ ശരിയാവില്ല. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ പെൻഡിങ്ങിലാ. എന്തായി തമ്പിയേട്ടാ, ടിക്കറ്റ് കിട്ടിയോ? ഇല്ല, എല്ലാം ഫുള്ളാ. ഇനി തൽക്കാലിന്റെ അവൈലബിലിറ്റി ഒന്ന് നോക്കട്ടെ. ഇത്ര ധൃതി പിടിച്ച് ഇന്ന് തന്നെ തിരിച്ചു പോണോ ഞാനും വർഷയും? നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കാറിൽ പോയാ പോരെ? അത് വേണ്ട, താനും വർഷ ഇന്ന് തന്നെ തിരിച്ചു പോണം. സുകുമാരിയമ്മ വിളിച്ചിരുന്നു. അവർ ഉടുപ്പിയിൽ നിന്ന് ഇന്ന് രാത്രി വീട്ടിലേക്ക് തിരിക്കുമെന്നാ പറഞ്ഞത്. അമ്മയോട് തനിച്ചാക്കുന്നത് ശരിയല്ലല്ലോ. സന്ദീപിന്റെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമായിട്ട് പോയാ മതിയെന്നായിരുന്നു. അതിനുവേണ്ടി താനോട് വെയിറ്റ് ചെയ്യണമെന്നില്ല. ഞാനുണ്ടല്ലോ എൻ്റെ ഒപ്പം. നിങ്ങൾ ഇന്ന് തന്നെ പൊയ്ക്കോ. ടിക്കറ്റ് ഞാൻ ഇന്ന് തന്നെ അറേഞ്ച് ചെയ്തോളാം. ശ്രീകലയും വർഷം ഇന്ന് തന്നെ മടങ്ങാണ് കേട്ടോ. അമ്മ പോകുന്നതിന് മുമ്പ് ആ മോതിരം ദേവൂട്ടിക്ക് തിരിച്ചു കൊടുക്കണം. അതിങ്ങ് തന്നേക്കമ്മേ. അതുകൊണ്ടുള്ള നമ്മുടെ ആവശ്യം കഴിഞ്ഞല്ലോ. ആവശ്യം കഴിഞ്ഞു എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ഈ മോതിരം കിട്ടിയതിന് ശേഷം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത്. പ്രശ്നങ്ങൾ പരിഹരിച്ച സ്ഥിതിക്ക് അത് തന്ന ആൾക്ക് തിരിച്ചു കൊടുക്കണ്ടേമേ. തിരിച്ചു കൊടുക്കണമെന്ന് ദേവൂട്ടി ആവശ്യപ്പെട്ടില്ലല്ലോ. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ എന്നോട് ആവശ്യപ്പെടട്ടെ. അവൾ ഒരിക്കലും അങ്ങനെ ആവശ്യപ്പെടില്ല എന്ന് അമ്മയ്ക്കറിയാലോ. ഇത് തിരിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ മര്യാദ. നിനക്കെന്താ ഇത്ര നിർബന്ധം? ദേവൂട്ടി എനിക്ക് സമ്മാനമായി തന്നതാ. സമ്മാനമായി തന്നത് ആരെങ്കിലും തിരിച്ചു വാങ്ങിക്കോ? ആ മോതിരം അവൾക്ക് വളരെ പ്രധാനപ്പെട്ടത് അമ്മേ. അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അവളേക്കാൾ പ്രധാനപ്പെട്ടതാ എനിക്ക് ഈ മോതിരം. അവൾ ആവശ്യപ്പെടാതെ ഞാനിത് അവൾക്ക് തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല സന്ദീപേ. അമ്മയെ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലായി. വേണ്ട, നീ ഒന്നും പറയണ്ട. അഥവാ അവക്കിത് വേണമെങ്കിൽ അവൾ എന്നോട് ആവശ്യപ്പെടട്ടെ.
അല്ലാതെ ഞാൻ ഇത് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല സന്ദീപേ. അമ്മേ അത് സന്ദീപ്, നീ ടെൻഷൻ ആവണ്ട. ശ്രീകലയ്ക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ലേ അത് തിരിച്ചു കൊടുക്കാൻ വൈമനസ്യമുള്ളത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനേക്കാൾ വിലയുള്ളൊരു മോതിരം അവൾക്ക് വാങ്ങിക്കൊടുക്കാം. അല്ലെങ്കിൽ ഈ മോതിരത്തിന്റെ ഇപ്പോഴത്തെ വില എന്താണോ അതിന്റെ ഇരട്ടി നൽകാം. അതൊന്നും ശരിയാവില്ല തമ്പിയച്ച. ഞാൻ പറഞ്ഞല്ലോ, കാശിന്റെ മൂല്യമല്ല ദേവൂട്ടിക്ക് ആ മോതിരം. അത് അവളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതാ.